രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് അടുക്കളയിൽ വന്ന് ഇതേപോലൊരു വീഡിയോ എടുക്കൽ ഇപ്പോൾ പതിവാണ് കേട്ടോ. അപ്പോൾ ഈ ആവി പറക്കുന്നത് കഞ്ഞിക്കലത്തിൽ നിന്നാണ്. രാവിലെ എന്താ കഴിക്കാനെന്ന് എക്സൈറ്റ്മെൻറ്റോടെ നോക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. കാരണം തലേ ദിവസം തന്നെ ഉമ്മ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതായിരിക്കും രാവിലെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ രാവിലെ പുട്ടും ബീഫ് കറിയായിരുന്നു. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ കഴിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയും കൂടെ നിന്ന് ഇവിടെ വന്നാൽ എന്നെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എൻ്റെ മമ്മി. ഈ ഒരു മാറ്റിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും കിട്ടുവാണെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് നല്ല പച്ച കിട്ടിയിട്ടുണ്ട്. അയില കുഞ്ഞാണ്. ഉമ്മ മീൻ വെട്ടുമ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് ഇങ്ങനെ വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരിക്കും കേട്ടോ. അപ്പോഴാണ് ഈ പൂച്ചയുടെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ പറക്കം തെളിയ സിനിമയിൽ പകുതി മീശ പോയ കല്യാണ ചെറുക്കനുണ്ടല്ലോ, എനിക്ക് അതാണ് കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നത്. മീൻ വെട്ടിയ വേസ്റ്റ് കളയാൻ പുറത്തിറങ്ങിയപ്പോൾ പൂച്ചകളെല്ലാം കൂടെ ഉമ്മാനെ വട്ട വിട്ട് കറക്കുമായിരുന്നു കേട്ടോ. ഇതൊന്നും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ല, ഇപ്പുറത്തേക്കാണ്. ഉമ്മാക്ക് ഈ പൂച്ചേനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇതുങ്ങൾ വന്ന് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കും. അതുകൊണ്ട് എപ്പോഴും ഇവർ വരും. കറിയൊക്കെ ആകുന്ന സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ പോയി കുളിച്ചിറങ്ങി. അപ്പോൾ ദേ അയില മുളകിട്ടതും പിന്നെ മോരുകറിയും പപ്പടവും അയില പൊരിച്ചതും ഉണ്ടായിരുന്നു. സാധാരണ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാനും ഉമ്മയും കൂടെ മിക്കവാറും ഒരുമിച്ചിരുന്നിട്ടാട്ടോ കഴിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് എനിക്ക് നേരത്തെ വിശക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ കഴിക്കും. ഉമ്മാക്കപ്പോൾ ജോലിയൊക്കെ ഒതുങ്ങുന്നതേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇവിടെ റേഞ്ചിൻ്റെ നല്ല ഇഷ്യൂ ഉണ്ട് കേട്ടോ. നല്ല ബുദ്ധിമുട്ടാണ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ആക്കി എടുക്കണമെങ്കിൽ ഞാൻ റോഡിലും വഴിയിലൊക്കെ പോയി കുറച്ച് നേരം നിന്നാലാണ് അതൊന്ന് അപ്ലോഡായി കിട്ടുന്നത്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ എനിക്ക് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പെൻഡിങ്ങിലുണ്ടായിരുന്നു. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ സൗണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട് മാറിയിരുന്നു. അപ്പോഴത്തേക്കും വൈകുന്നേരമായി എൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ മൈദയിൽ ചക്ക മുക്കി പൊരിച്ചത് കൊണ്ട് തന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടത് ഇതിങ്ങനെ വലിഞ്ഞ് വരും. എല്ലാ ഐറ്റം ചക്ക കൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തോ ഒരു പേരുണ്ട്. ആ ചക്ക കൊണ്ട് മാത്രമേ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ വലിഞ്ഞ് കിട്ടത്തുള്ളൂ. എന്തായാലും സംഭവം നല്ല ടേസ്റ്റാണ്.